ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമമഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തെ ദൈവജനവുമായി സംസാരിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ എന്ന ദൈവത്തിൻ്റെ വചനം അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിക്കുവിൻ. എല്ലാ മനുഷ്യനും ഉയരാൻ ആഗ്രഹിക്കുന്നവർ, ഉയരാൻ ആഗ്രഹിക്കാത്ത ആരും തന്നെയില്ല. പക്ഷേ ഉയർച്ച ആഗ്രഹിക്കുമ്പോൾ അത് നല്ല ലക്ഷണവുമാണ്. എപ്പോഴും ഉയരങ്ങളിലേക്കുള്ള നോട്ടവും ഉയർച്ചകളും അതൊരു നല്ല അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ്. പക്ഷെ പലപ്പോഴും ആളുകൾ ഉയരുവാൻ ആഗ്രഹിക്കുമ്പോൾ മറ്റൊരുവനെ തകർത്തിട്ടും നശിപ്പിച്ചിട്ടും ഉയരണം എന്നുള്ള ചിന്തയാണ് ലോകപ്രകാരം ഉയരുന്ന ആളുകൾക്ക് എപ്പോഴും തോന്നുന്നത്. ആര് നശിച്ചാലും ഞാൻ നന്മ അനുഭവിക്കണം. എന്നാൽ ഇന്ന് ധ്യാന ചിന്തയിലെടുത്ത വാക്ക് പ്രൈസ് ദി ലോർഡ്, ദൈവം ഉയർത്തുന്നവർ ഹല്ലേലൂയ താഴ്മ ഉള്ളവരെ. അപ്പോൾ ദൈവത്തിൻ്റെ ഉയർച്ച നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രൈസ് ദി ലോർഡ് നമ്മിൽ താഴ്മ എന്നൊരു സ്വഭാവ ഗുണമുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവം ഉയർത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ എപ്പോഴും പത്രോസ് പറയുകയാണ്, അവർക്ക് താഴ്മ എന്നൊരു സ്വഭാവ ഗുണം ഇല്ലെങ്കിൽ ദൈവത്തിന് അവരെ ഉയർത്തുവാനായിട്ട് കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം, തക്ക സമയത്ത് ഉയർത്തപ്പെടുവാൻ ഹല്ലേലൂയ സ്തോത്രം നാം ഹല്ലേലൂയ ഇടയാകണമെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ താഴ്മയുള്ളവരായിരിക്കണമെന്ന് പത്രോസ് ഇവിടെ ഹല്ലേലൂയ വ്യക്തമായി നമ്മോട് പറയുക. താഴ്മയുടെ 5 ഗുണങ്ങളെ കുറിച്ച് പത്രോസ് ഇവിടെ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട്, താഴ്മ ഉള്ളവർക്ക് കൃപ ലഭിക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യന് ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിക്കണമെങ്കിൽ അവൻ താഴ്മയുള്ള സ്വഭാവമുള്ളവനായിരിക്കണം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. രണ്ടാമതായിട്ട് സ്തോത്രം, താഴ്മ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നു. അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ, വളർച്ചയും ഉയർച്ചയും ഒക്കെ ഉണ്ടാകണമെങ്കിൽ ഹല്ലേലൂയ താഴ്മ എന്ന സ്വഭാവ ഗുണം ഉണ്ടെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. ഒരു സഭയിൽ, ഒരു കുടുംബത്തിൽ, പ്രൈസ് ദി ലോർഡ് ഒരു സമൂഹത്തിൽ താഴ്മയുണ്ടെങ്കിൽ മാത്രമേ ആ ദൈവസഭ വളരുകയുള്ളൂ, ആ കുടുംബം ഉയരുകയുള്ളൂ. സ്തോത്രം. അപ്പോൾ താഴ്മ ബന്ധങ്ങളെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ശക്തീകരിക്കുന്നു എന്നതാണ് സ്തോത്രം മൂന്നാമത്തെ താഴ്മയുടെ അനുഗ്രഹമായി നാം കാണുവാൻ ഇടയായി തീരുന്നത്. നാലാമതായിട്ട് താഴ്മയുടെ ഗുണം പത്രോസ് പറയുന്നത് സ്തോത്രം, നമ്മുടെ ആകുല ചിന്തകൾ മാറുന്നു, നമ്മുടെ കരുതലുകളെ കാണുവാനിടയാകുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, ആകുല ചിന്തയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം താഴ്മയുള്ളവർക്ക് ലഭിക്കുന്നു എന്നത് നമുക്ക് വാക്യം 7 കാണുവാനിടയായിത്തീരും. സ്തോത്രം 8-ാമത്തെ വാക്യത്തോട് ചേർത്ത് പഠിച്ചാൽ സ്തോത്രം, താഴ്മ ഉള്ളവർ പിശാചിൻ്റെ ഹല്ലേലൂയ സ്തോത്രം കുതന്ത്രങ്ങളിൽ നിന്ന്, അവൻ്റെ പദ്ധതിയിൽ നിന്ന്, അവൻ്റെ വിഴുങ്ങലിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. പിശാച് എപ്പോഴും ഒരു മനുഷ്യനെ സ്തോത്രം അവൻ ഹല്ലേലൂയ അവൻ്റെ ഉള്ളിൽ ഹല്ലേലൂയ സ്തോത്രം ഇടുന്ന ഒരു ചിന്തയാണ് നിഗളം. അപ്പം നിഗളത്തിൻ്റെ എതിരാണ് താഴ്മ. അപ്പം നിഗളികൾ പിശാചിൻ്റെ തന്ത്രത്തിൽ ചെന്ന് വിടുമ്പോൾ താഴ്മയുള്ളവർ പിശാചിൻ്റെ തന്ത്രത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. ഹല്ലേലൂയ. പിശാചിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ താഴ്മ ധരിക്കുക എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ
ഹല്ലേലൂയ. ഇങ്ങനെ പറയട്ടെ ദൈവമക്കളെ, താഴ്മയുടെ ഹല്ലേലൂയ 5 ഗുണങ്ങൾ പത്രോസ് പറയുന്നു. ഒന്ന്, ദൈവത്തിൻ്റെ പക്കൽ നിന്ന് കൃപ ലഭിക്കണമെങ്കിൽ താഴ്മയുണ്ടായിരിക്കണം. 2, സ്തോത്രം ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം, ബന്ധങ്ങൾ നിലനിർത്തണമെങ്കിൽ, ശക്തീകരിക്കണമെങ്കിൽ താഴ്മയുണ്ടായിരിക്കണം. 3, ഉയർത്തപ്പെടുവാൻ താഴ്മ ഉള്ളവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ പക്കലുള്ള ഉയർച്ച ലഭിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിന്താകുലങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, കരുതൽ ലഭിക്കണമെങ്കിൽ താഴ്മ ഉണ്ടായിരിക്കണം. സ്തോത്രം. പിശാചിൻ്റെ ഹല്ലേലൂയ തന്ത്രത്തിൽ നിന്ന് വിജയിക്കണമെങ്കിൽ താഴ്മയുണ്ടായിരിക്കണം. ഹല്ലേലൂയ. താഴ്മയിലൂടെ ജയിച്ച ഒരാളെ പരിചയപ്പെടുത്തി പ്രാർത്ഥിക്കുക. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ താഴ്മയെക്കുറിച്ച് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് 2 8 വാക്യവും 9 കൂടെ ചേർത്ത് ഇങ്ങനെ പറയുന്നു: തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശില മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. നോക്കണം, യേശു ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട് പിതാവായ ദൈവം, പ്രൈസ് ദി ലോർഡ്, അവനെ ഏറ്റവും ഉയർത്തി. ആ പദം നിങ്ങൾ ഹല്ലേലൂയ സ്തോത്രം, ഏറ്റവും താഴ്ത്തി, തന്നെത്താൻ ഏറ്റവും, അതെച്ചാൽ ക്രൂശിലെ മരണം, അതിനപ്പുറമായൊന്നുമില്ല. അത്രത്തോളം തന്നെത്താൻ താഴ്ത്തിയപ്പോൾ പിതാവായ ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ താഴ്മ എന്നുള്ളത്, സ്തോത്രം ഹല്ലേലൂയ, നമ്മൾ കർത്താവിനോട് ചേർന്ന് പഠിക്കേണ്ട ഒരു സ്വഭാവമാണ്. എന്ന് വെച്ചാൽ കർത്താവ് തന്നെത്താൻ താഴ്ത്തി. ഹല്ലേലൂയ. അതുകൊണ്ട് അവനെ ഏറ്റവും ഉയർത്തപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയ ലേഖനം 2 യേശുവിൻ്റെ 7 താഴ്മയെക്കുറിച്ച് നമുക്ക് സ്തോത്രം പഠിക്കുവാനിടയായി തരും. അതൊരിക്കൽ മറ്റൊരു ചിന്തയായി നമുക്ക് പഠിക്കാം. ആ 7 താഴ്മ താൻ ധരിക്കുമ്പോൾ, സ്തോത്രം ഹല്ലേലൂയ, എബ്രായ ലേഖനത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 7 ഉയർച്ചയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് പകൽക്കാലം ഹല്ലേലൂയ, താഴ്മ എന്ന സ്വഭാവ ഗുണം നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അത്യന്താപേക്ഷിതമാണ് ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചോളം. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് കൃപയും ഹല്ലേലൂയ വിജയവും ഉയർച്ചയും സ്തോത്രം ഹല്ലേലൂയ ഒക്കെ ലഭിക്കൂ എന്നത് ഈ പ്രഭാതത്തിൽ നമ്മൾ കേട്ടു എന്നുള്ളത് കൊണ്ട് ദൈവമക്കളെ, താഴ്മ എന്ന സ്വഭാവ ഗുണം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. നാടാരുമനാഥനായ കർത്താവിൽ അതുണ്ടായിരുന്നു. അതാണ് സ്തോത്രം ഹല്ലേലൂയ നമുക്കൊരു മാതൃക. അതുകൊണ്ട് സ്തോത്രം, ഈ ഭൂമിയിൽ ഹല്ലേലൂയ ദൈവമക്കൾ ഹല്ലേലൂയ താഴ്മ ധരിച്ചവരായി കർത്താവിൻ്റെ മുമ്പിൽ വിശ്വസ്തയോടെ ജീവിപ്പാൻ ഈ വചനങ്ങൾ നമ്മളെ പ്രാപ്തിയുള്ളവരാക്കട്ടെ. ഉയർത്തപ്പെടുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ താഴ്മയുള്ളവരായി ഹല്ലേലൂയ നമുക്കാകാം. ആ അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, താഴ്മ എന്നുള്ളത് ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്വഭാവ ഗുണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെ ഉയർത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ, അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ തരുവാൻ ആഗ്രഹിക്കുമ്പോൾ, അതേ കർത്താവേ സ്തോത്രം ഹല്ലേലൂയ, ഒരു സമൂഹത്തിൽ ഞങ്ങൾ വിജയികളായി തീരുവാൻ, ഒരു കുടുംബത്തിൽ ഞങ്ങൾ ഉയർച്ച പ്രാപിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, പിശാചിന്റെ നിഗളങ്ങളിൽ നിന്ന് ഹല്ലേലൂയ ആ സ്വഭാവത്തിലൂടെ തകർച്ചയിലേക്ക് പോകാതെ ഹല്ലേലൂയ ഹല്ലേലൂയ തന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങൾ വിജയം ഹല്ലേലൂയ സ്തോത്രം ലഭിക്കുവാൻ അങ്ങ് ഞങ്ങളിലൂടെ ആഗ്രഹിക്കുമ്പോൾ, അങ്ങയുടെ കരുതലുകളും സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ ഞങ്ങൾ കണ്ട് ഹല്ലേലൂയ സ്തോത്രം അങ്ങയിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ അങ്ങയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ, ആ നിലവാരത്തിൽ ഞങ്ങൾ വരുവാൻ താഴ്മയെന്ന സ്വഭാവ ഗുണത്തിലൂടെ ഞങ്ങളെ നടത്തണമേ അപ്പാ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവ് വചനങ്ങളാൽ ഇന്ന് പ്രഭാതം ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദിനം. ദൈവജന ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.